ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ത്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്ക് മൂൺ ഗേഡ്സിൻ്റെ ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. 2.5 മീറ്ററാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ, കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് നെക്ക് ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ നെക്കിൻ്റെ വീതി കൊടുക്കുന്നത് 3.5 ഇറക്കം 6.5 കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്ക്. അപ്പോൾ എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ജസ്റ്റ് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. 1 ഇഞ്ചിൽ ഇതേപോലെ സാധാ നെക്ക് റൗണ്ട് വരച്ച് എടുത്ത് വെക്കുവാണ്. കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തേക്കണേ. കാരണം നമ്മൾ തുണിയിൽ വെച്ച് വരയ്ക്കുമ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്താൽ അത്രയും നല്ലതാണ്. ഇതാണ് നമ്മുടെ നെക്ക്. അപ്പോൾ ഞാൻ ഫ്രണ്ട് പീസിൽ ഇതേപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇതേപോലെ വെച്ച് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറക്റ്റ് നെക്ക് നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഫ്രെയിമിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇതേപോലൊരു വേസ്റ്റ് ക്ലോത്ത് സ്റ്റിച്ച് ഇട്ടെടുക്കണം കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രെയിമിൽ ജോയിൻ ചെയ്തെടുക്കാവേ. ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സും അതേപോലെ ആൻറ്റിക്കിൻ്റെ ഒരു റൗണ്ട് ബീഡും വൈറ്റ് പേളുമാണ് എടുത്തേക്കുന്നത്. ഫ്രെയിമിൽ ജോയിൻ ചെയ്തിട്ട് കറക്റ്റ് സെൻട്രലായിട്ട് ഇതേപോലെ ആ പേപ്പർ കറക്റ്റ് വെച്ച് ഞാനിപ്പോൾ പിന്ന് കുത്തി കൊടുക്കുവാണ് കേട്ടോ. ഇതേപോലെ കറക്റ്റ് റൗണ്ടിന് നെക്ക് വരച്ചെടുക്കുവാണ്. കറക്റ്റ് മുകളിൽ നിന്ന് ഒരു 14 ഇഞ്ചിനൊക്കെയാണ് കേട്ടോ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഒരേ ഇഞ്ചിൽ ഇതേപോലെ നമുക്ക് ആ ഫോട്ടോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാവേ. ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ വരയ്ക്കുന്നത്, എന്നാലും എന്താ പറയുക, വരച്ചെടുക്കുവാണ്. അപ്പോൾ 2.5 വീതിയിലാണ് കേട്ടോ കൊടുക്കുന്ന ഷോൾഡറിൻ്റെ അവിടുന്ന്. അതിൽ കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴത്തേനും മുത്തിന് എന്താ പറയുക, മുത്ത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ ചെയ്തെടുക്കാനായിട്ടാണ്. അപ്പോൾ സൂചി നൂലും എടുത്തിട്ടുണ്ട്. അരി വർക്ക് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാ സൂചിയാണെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ബട്ട് അരി വർക്ക് ആകുമ്പോൾ ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെക്ക് എന്താ പറയുക, ടൈമും നന്നായിട്ട് കുറഞ്ഞ് കിട്ടും കേട്ടോ. ആദ്യം ഞാൻ വരച്ച ലൈനിൽ കൂടെ ഷുഗർ ബീഡ്സ് ഫില്ല് ചെയ്തെടുക്കുവാണ്. അത് കഴിയുമ്പോഴത്തേനും ഒരു സൈഡിൽ നിന്ന് 3 ഷുഗർ ബീഡ്സും ഒരു പേളിൻ്റെ മുത്തും വെച്ച് ലോക്ക് ചെയ്തെടുക്കുവാണ്. ഓപ്പോസിറ്റ് സൈഡിലും 3 ഷുഗർ ബീഡ്സും അതേപോലെ ആൻറ്റിക്കിൻ്റെ ഒരു പേളും വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുവാണ് കേട്ടോ. ഇതേ രീതിയാണ് മൊത്തം ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ബിഗ്നേഴ്സൊക്കെ ആണെങ്കിൽ നെക്ക് ഇങ്ങനെ മാർക്ക് ചെയ്താൽ പെർഫെക്റ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ എത്ര നമ്മൾ നെക്ക് മാർക്ക് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇത് ടൈം എടുക്കും, പെട്ടെന്ന് ചെയ്ത് തീരുന്നൊരു വർക്കല്ല. ഞാൻ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ലീഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലീഫാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ സെക്കൻഡ് ലൈന് ചെയ്ത് തുടങ്ങി.
ഓൾമോസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ ഞാനിത് ടോട്ടൽ 5 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ഒരുപാട് ആരി വർക്കിൽ സ്പീഡല്ലാത്ത കാരണം കൊണ്ട് 5 മണിക്കൂർ എടുത്തു. പിന്നെ ഈ ഓരോ മുത്തിനും അവസാനം ലോക്കിട്ട് എടുക്കുമ്പോഴും ടൈം ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ലോക്കിടാത്ത ഹാൻഡ് വർക്കൊക്കെ ആണെങ്കിൽ വീണ്ടും നമുക്ക് സ്പീഡിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ. ഈ ഡാർക്ക് കളറിലായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ഭംഗിയായി തോന്നി. ഇനി നമുക്ക് സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ട് ഔട്ട്ലുക്ക് കണ്ടാലോ. അപ്പോൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുർത്തിക്ക് വേണ്ടി 2.5 മീറ്ററും 2 മീറ്റർ ലൈനിങ്ങുമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതേപോലെ മുത്തെല്ലാം കൂടെ ഒരു 60 റുപ്പീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 60 റുപ്പീസ് മുതൽ മുടക്കാമെങ്കിൽ അല്പനേരം എന്ന് പറയുന്നില്ല, കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതേപോലൊരു കിടിലൻ ഹാൻഡ് വർക്ക് കുർത്തി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.